ഇന്ത്യ ശ്രീലങ്ക T20 മത്സരം നടക്കുന്ന വുമൺസിന്റെ T20 മത്സരം നടക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഞാനുള്ളത്. ഇവിടെ 3 മാച്ചുകളാണ് നടക്കുന്നത്. 26, 28, 30 തീയതികളിൽ ഈ മാസം നടക്കുന്ന മാച്ചാണ്. അപ്പോൾ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നമുക്കറിയാം പിച്ചുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ക്യൂറേറ്റർ ബിജു സീമലാൽ ന്യൂസൊപ്പം ചേരുകയാണ്. സാറേ, നമുക്കറിയാം എപ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് ആവേശമാണ് ക്രിക്കറ്റ്. എങ്ങനെയാണ് ഇത്തവണ ഈ പിച്ചൊരുക്കലൊക്കെ മുന്നോട്ട് പോകുന്നത്? രണ്ട് പിച്ചാണ് ഈ കളിക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒന്ന് മാണ്ഡ്യ വിക്കറ്റ്, അതായത് ബാംഗ്ലൂരുള്ള ക്ലെയും, ഒന്ന് നമ്മളുടെ ലോക്കൽ ക്ലെയും. അപ്പോൾ 2 വിക്കറ്റ്, ഒരു വിക്കറ്റിൽ 2 കളിയും മറ്റേ വിക്കറ്റിൽ 1 കളിയും, അങ്ങനെ 3 മാച്ചാണ്. നല്ല മാച്ചായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം 2 മാച്ച് കഴിഞ്ഞിട്ടാണ് ടീമുകളിവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 2 മാച്ച് കളിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസോട് കൂടി ബാക്കിയുള്ള 3 മാച്ച് നല്ലൊരു മാച്ചായിരിക്കും, നല്ല മാച്ചുകളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ബാറ്റിംഗ് പിച്ച് ആയിരിക്കും ഒരുക്കുന്നത് അല്ലേ? തീർച്ചയായും ബാറ്റിംഗ് പിച്ചാണ്, നല്ല ഒരു ബാറ്റിംഗ് പിച്ചാണ്. റൺസ് വരണം, അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എവിടെ എത്തി പിച്ചൊരുക്കലൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്? പിച്ച് അതിൻ്റെ ഇനിയും നമുക്ക് ദിവസങ്ങളുണ്ട്. അതായത് ഇന്ന് 22, ഒരു 2-3 ദിവസം കൂടി ഇനിയുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് റോളിങ്ങും ഗ്രാസ് കട്ടിങ്ങും എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അവസാന മിനുക്ക് പണിയാണ്. അതായത് റോൾ ചെയ്ത് നല്ല കംപ്രസ്സാക്കി ഗ്രാസ് കട്ട് ചെയ്ത് ഷൈൻ ചെയ്ത് ബോള് ബാറ്റിലോട്ട് വരത്തക്ക രീതിയിലുള്ള സെറ്റപ്പാണ് ചെയ്യുന്നത്. നല്ല ബൗൺസ് ഒക്കെ കിട്ടാവുന്ന തരത്തിലുള്ള പ്രത്യേകിച്ച് ലേഡീസിൻ്റെതായതുകൊണ്ട് മെൻസിൻ്റെ അത്ര ഒരു ഷോൾഡർ പവറൊന്നും അവർക്കില്ലാത്തത് കൊണ്ട് ബോൾ എറിഞ്ഞാലൊന്ന് ബൗൺസ് ചെയ്യണം, എങ്കിലേ അവർക്ക് കളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള നല്ല 2 ടൺ റോളർ, 1.5, അങ്ങനെ മാക്സിമം നല്ല ഹെവി വെയിറ്റുള്ള റോളറിട്ട് പിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പലർക്കും അറിയില്ല, നമ്മൾ പിച്ചിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ എങ്ങനെയാണ് പിച്ച് ഒരുക്കൽ, എങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു ഘട്ടങ്ങൾ, എങ്ങനെയാണ് ഒരു പിച്ച് ഒരുക്കുന്നത്? പിച്ചിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം 12 ഇഞ്ച് ഡെപ്തിൽ കുഴിയെടുത്ത് അതിൽ ക്ലേ ഇട്ട്, അടിയിൽ നമ്മൾ ലോമി സാൻഡ് എന്ന് പറയുന്നത് ക്ലേ ഇട്ട് അതിൻ്റെ അടിയിൽ മണൽ, നമ്മളെ ആറ്റുമണലില്ലേ, അതിട്ടിട്ട് മുകളിൽ ടോപ്പിൽ ഒരു 8-10 ഇഞ്ച് ക്ലേ ഇട്ട് അതിൻ്റെ മുകളിൽ പുല്ല് വെച്ച് നല്ല മാക്സിമം നല്ല രീതിയിൽ പുല്ല് മാറ്റാക്കി വളർത്തും. അതിനുശേഷം വളം ഇട്ട് കൊടുക്കും. വളം ഇട്ടതിന് ശേഷം പുല്ല് കട്ട് ചെയ്ത് റോൾ ചെയ്ത് ഒരു 45, ഒരു 60 ദിവസമെങ്കിലും ഒരു പിച്ച് പൂർണ്ണ വളർച്ചയെത്തി കളിക്കാനായിട്ട് സജ്ജമാകണം. ഒരു 2 മാസം എങ്കിലും വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിച്ച് നമ്മൾ ബാറ്റ് സീസൺ ചെയ്യും പോലെയാണ് ക്രിക്കറ്റ് ബാറ്റ് പുതിയ ബാറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റായിട്ട് കളിക്കാൻ പറ്റില്ല. അതിനെ സീസൺ ചെയ്ത് ഹാമർ ചെയ്ത് ടൈറ്റാക്കി ബോൾ അടിച്ചാൽ ബൗണ്ടറി പോവുള്ളൂ. എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ ബാറ്റ് ആയിരുന്നാലും നമ്മൾ സീസൺ ചെയ്തില്ലെങ്കിൽ പവർ കിട്ടില്ല. അതേ കണക്കാണ് പിച്ച് നമ്മൾ റോള് ചെയ്ത് നല്ല ഗ്രാസ് വളർത്തി മാറ്റാക്കി വാട്ടർ ചെയ്ത് കംപ്രസ്സാക്കി അങ്ങനെ വരുമ്പോഴേ ബോൾ അതൊന്ന് തട്ടിത്തെറിക്കുകയുള്ളൂ. അപ്പോഴേ ബാറ്റ്സ്മാന് ബൗളർക്ക് വന്നൊരു ഹെൽപ്പ് കിട്ടുള്ളൂ. ബൗളർ എറിയുമ്പോൾ ബൗൺസ് ചെയ്യണം, ബാറ്റ്സ്മാനെ ബാറ്റിലോട്ട് ബോൾ വരണം എങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വളരെ നീണ്ട ഒരു പ്രോസസ്സിംഗ് ആണത്. 1-2 വർഷം കൊണ്ട് ഒരു പിച്ച് പൂർണ്ണ ഇതിലെത്തില്ല. ഒരു 3-4 വർഷമെങ്കിലും കളിച്ച് സെറ്റായി വരുമ്പോഴാണ് ആ പിച്ചിൻ്റെ പീക്ക് ടൈമിലോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് മാച്ച് കാണാനും. അല്ലാതെ ബാറ്റ് നമ്മൾ മുമ്പത്തെ ഇയറിൽ നമുക്ക് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കളിച്ച് പുതിയതായിട്ട് വിക്കറ്റ് ഇട്ട് അപ്പം കുറച്ച് കളികൾ വന്നു. അപ്പോൾ അതിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ. ഇപ്പം അതിനുശേഷം ലാസ്റ്റ് നടന്ന 2-3 മാച്ചുകളിലൊക്കെ നല്ല സ്കോർ വന്നു. അപ്പോൾ അങ്ങനെയാണ് പിച്ചിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ എത്ര ദിവസം തുടങ്ങി? ഇപ്പോൾ ഈ വുമൺസിൻ്റെ മത്സരത്തിന് വേണ്ടി എത്ര ദിവസം മുമ്പാണ് തുടങ്ങിയത്? ഇവിടെ നമ്മൾ എത്ര ദിവസം മുമ്പെന്ന് വെച്ചാൽ ഇവിടെ കണ്ടിന്യൂസ് മാച്ചാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് BCCIയുടെ Under 23 ഉണ്ടായിരുന്നു, അതിന് മുമ്പ് മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന് മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ഒരു സമയമൊന്നും നമുക്കില്ല. നമ്മൾ ആ കളിക്കുള്ള വിക്കറ്റുകൾ നമ്മൾ ചെയ്തതെന്ന് പറയുന്നത്, നമുക്കിവിടെ 14 വിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ 14 വിക്കറ്റിൽ ഇതിനു വേണ്ടി ഇൻ്റർനാഷണൽ മാച്ചിന് വേണ്ടി നമ്മളൊരു 4-5 വിക്കറ്റ് മാറ്റിയിടും. അത് സാധാരണ ലോക്കൽ കളികൾ, അങ്ങനത്തെ കളികളൊക്കെയാണ് മറ്റുള്ള വിക്കറ്റിലോട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഈ മെയിൻ വിക്കറ്റുകൾ, അതിന് നമ്മൾ മറ്റുള്ള ലോക്കൽ കളിയോ ഇപ്പോൾ വുമൺസ് കളി അങ്ങനെയുള്ള കളികളോ ഒന്നും കൊടുക്കാതെ മാറ്റിയിട്ട്. വേറെ കാര്യം എന്ന് വെച്ചാൽ അതിൽ കളിച്ചാലുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കളിച്ചാൽ അതിൽ ഗ്രാസ് പോവും, പിന്നെ അതിൽ ഡാമേജ് വരും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റേ അടുത്ത കളിക്ക് വരുമ്പോൾ അത് നല്ല പൂർണ്ണതയിലെത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഈ പിച്ച് മാറ്റിയിടുക എന്നുള്ളതാണ്. ഈ കളി കഴിഞ്ഞ് നമുക്കൊരു ഒരാഴ്ചയോളം ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ നമ്മൾ മാക്സിമം വർക്ക് ചെയ്ത് വളമൊക്കെ ഇട്ട് പുല്ലൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്ത് ഇപ്പം അതിനെ റോൾ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓരോ തവണ ഇവിടെ മത്സരം നടക്കുമ്പോൾ ചിലപ്പോൾ മഴയൊക്കെ വില്ലനായി വരാറുണ്ട്. പക്ഷേ ഇത്തവണ ഭയങ്കര ഡ്രൈ ഒരു നല്ല വേനൽ വെയിലൊക്കെ കിട്ടുന്നുണ്ട്. ഗ്രീൻഫീൽഡിൽ എല്ലാവരും പറയുന്നത് ഗ്രീൻഫീൽഡിൽ കളി വെച്ചാൽ അപ്പം മഴ പെയ്യും. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് ഗ്രീൻഫീൽഡിൽ കളി വെച്ചാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ മഴ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊരു അനുഗ്രഹമായിട്ടുള്ള ഒരു കളി കുറച്ചൊക്കെ കൊണ്ടുപോകുമെങ്കിലും മഴയാണ് ഈ ഗ്രൗണ്ടിനെ ഈ വേൾഡിൽ അറിയിപ്പിച്ചത്. അന്നത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ച് അത് മഴയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാച്ച് ഫസ്റ്റ് മാച്ച് ആ ഗ്രൗണ്ടിലെ ഫസ്റ്റ് കളി ഒരു വലിയ ഒരു ഇൻ്റർനാഷണൽ മാച്ച്. ആ ഫസ്റ്റ് കളി എന്ന് പറയുന്നത് ഇന്ത്യൻ ന്യൂസിലാൻഡ് T20 മാച്ച്. ആ മാച്ച് മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഒരു നോർമൽ മാച്ച് ആയിരിക്കുമായിരുന്നു. സാധാരണ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു നോർമൽ മാച്ച് കണക്ക് രണ്ട് ടീം കളിച്ചങ്ങ് പോകും. പക്ഷെ അന്ന് മഴ പെയ്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു എങ്കിലും അന്ന് ആ മഴ പെയ്തത് കൊണ്ടാണ് ഈ ഗ്രൗണ്ട് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് ലോകം അറിഞ്ഞത് മാത്രമല്ല, അത് ക്രിക്കറ്റിൻ്റെ ഉന്നതത്തിലിരിക്കുന്നവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു. ഗവാസ്കർ, ഗംഭീർ, സച്ചിൻ തെണ്ടുൽക്കർ, എല്ലാവരും, ധോണി, അങ്ങനെയുള്ളവരെല്ലാം ഈ ഗ്രൗണ്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റമാണ്. മഴ പെയ്ത് തലേ ദിവസം മഴ പെയ്താൽ പോലും അന്ന് കളിക്കാൻ പറ്റാത്ത ഗ്രൗണ്ടുകൾ ഇന്ത്യയിലുണ്ട്. 2 ദിവസം മുമ്പ് മഴ പെയ്താൽ ഇന്ത്യയിൽ അന്നത്തെ ദിവസം കളിക്കാൻ പറ്റാത്ത ഗ്രൗണ്ടുകളുണ്ട്. പക്ഷെ അന്ന് നമ്മളുടെ ഗ്രൗണ്ടിൽ 12 മണി തൊട്ട് ഈ മാച്ച് എൻഡ് ചെയ്യുന്ന സമയം, അതായത് 7:30 8 മണിക്കാണ് ഇതിൻ്റെ ഈ മാച്ചിൻ്റെ ഷെഡ്യൂൾ ടൈം തീരുന്നത്. 7:30 മണി വരെ ഇവിടെ മഴയായിരുന്നു. 7 മണിക്ക് തുടങ്ങേണ്ട മാച്ച് 7:30 മണി വരെ മഴയായിരുന്നു. അരമണിക്കൂറും കൂടെ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ. നമ്മൾ മഴയത്ത് നമ്മൾ വർക്ക് ചെയ്തു. 8 മണിയായപ്പോൾ കളി തുടങ്ങി. അതായത് അരമണിക്കൂർ കൊണ്ട് ഇത്രയും മഴ, ഉച്ചയ്ക്ക് 12 മണി തൊട്ട് നിർത്താതെ 2 തരത്തിലുള്ള മഴയുണ്ട്. ഒന്ന് തുള്ളിക്കൊരു കുടം കണക്കുള്ള മഴയും, പിന്നെ ഈ ചാറി നിൽക്കുന്ന മഴയും. ചാറി നിൽക്കുന്ന മഴയും ആണുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് കവർ മാറ്റാൻ പറ്റില്ല, പിച്ച് നനഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വില്ലനായിരുന്നു. അപ്പോൾ ഈ 8 മണിക്ക് മഴ സ്റ്റോപ്പ് ചെയ്യുക, ആ സമയം തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ഈ 1-2 സൂപ്പർ സോപ്പറും മാനുവലായിട്ട് വെള്ളം പറ്റിച്ചും പിച്ച് റോൾ ചെയ്ത് എല്ലാം കൊടുത്ത് ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കളിച്ചു. അപ്പോഴാ ഗ്രൗണ്ടിൻ്റെ ആ ഒരു കപ്പാസിറ്റിയാണ് അവിടെ ലോകം കണ്ടത്. എന്നുവെച്ചാൽ മഴ പെയ്താലും ഗ്രീൻഫീൽഡിൽ കളിക്കുക എന്നുള്ള ഒരു വലിയൊരു അതേ കണക്ക് അന്നത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ കാണികൾ ഫുൾ ക്രൗഡായിരുന്നു. ഈ മഴയും നനഞ്ഞ് ഇത്രയും ഇടിയും മിന്നലും ഉണ്ടായിട്ട് ഒരു റൂഫോ ഒന്നും ഇവിടെ ഇല്ല. ഒരു കുട പോലും കൊണ്ട് ഗ്രൗണ്ടിൽ കയറാൻ സമ്മതിക്കില്ല. ആ സിറ്റുവേഷനിലാണ് ഇത്രയും കാണികൾ ഒരു ബഹളം ഉണ്ടാക്കാതെ ഇരുന്ന് കളി കണ്ടത്. അന്ന് എങ്ങനെയാണ് ശരിക്കും അത് അരമണിക്കൂർ കൊണ്ട് ആ വെള്ളം മുഴുവൻ ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞത്? അരമണിക്കൂർ കൊണ്ട് വെള്ളം മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിൻ്റെ വേറെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾ എന്തൊക്കെ കിടന്ന് വർക്ക് ചെയ്തിരുന്നാലും ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് 3000 പൈപ്പ് കുഴൽ, ഒരു 6 ഇഞ്ച് പൈപ്പ് ഇതിനടിയിൽ കൂടെ ഈ ഫിൽറ്റർ ചെയ്ത് വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി പ്രിഫറേറ്റഡ് പൈപ്പ് എന്ന് പറയും. അതായത് ഹോളുള്ള പൈപ്പ്. ആ പൈപ്പ് അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചിപ്സൊക്കെ ഇട്ട് നമ്മളെ ഗ്രീൻ മാറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് മണലിടുന്നത്. അതിൻ്റെ മുകളിൽ മണലിട്ടിട്ട് വെള്ളം നേരെ വന്ന് ഡയറക്റ്റ് നമ്മൾ ഈ പുല്ലിൽ പതിക്കും. പുല്ലിൽ പതിച്ചിട്ട് നേരെ പോകുന്നത് അടുത്ത മണലിലോട്ട്. ഇവിടുത്തെ ഒരു 10-900 ലോഡ് പാലക്കാട് നിന്നുള്ള പരുക്കം മണലാണ് ഈ ഗ്രൗണ്ടിൻ്റെ അടിയിൽ കിടക്കുന്നത്. ഈ മണലിൽ അത് 9 ഇഞ്ച് കനത്തിന്. ഈ മണലിൽ വീഴുന്ന ഒരുമാതിരി നമ്മൾ അരിപ്പയിൽ നമ്മൾ ജ്യൂസ് അരിക്കില്ലേ, നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അരിക്കുമല്ലോ, അതേ കണക്ക് അരിച്ച് നേരെ ഇത് പൈപ്പിലോട്ട് പോകും. പൈപ്പിൽ നിന്ന് നേരെ അരിച്ച് അവിടെ ഓരോ ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിലോട്ട് കളക്ട് ചെയ്ത് വലിയ ജംഗ്ഷനിലോട്ട് കയറ്റി അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ശകലം പോലും വെള്ളം ഇതിൻ്റെ മുകളിൽ കിടക്കുന്നില്ല, ഈ അരിപ്പുള്ളത് കൊണ്ട്. അത് പിന്നെ നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത് മുകളിലുള്ള നമ്മൾ കുളിച്ചിട്ട് നമ്മൾ തോർത്തിട്ട് തുടയ്ക്കും പോലെ, മനസ്സിലായില്ലേ? തുടയ്ക്കും പോലെ സൂപ്പർ സോപ്പർ ഇട്ട് 2-3 സൂപ്പർ സോപ്പർ ഇട്ട് ഓട്ടിച്ച് ആ സ്പോഞ്ചാണ്, അതോ ആ കിടക്കുന്ന സാധനം സ്പോഞ്ചാണ്. ആ സ്പോഞ്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പിൽ
വെള്ളമില്ല. അമ്പയറും മാച്ച് റഫറിയൊക്കെ വന്ന് നോക്കുമ്പോൾ ടോപ്പിൽ വെള്ളത്തിൻ്റെ ഫീലില്ല. അപ്പോൾ അവർക്ക് ഉടനെ ഉറപ്പായിട്ട് കളിപ്പിക്കാൻ പറ്റും. മറ്റുള്ള ഗ്രൗണ്ടുകളിൽ ചില ഇന്ത്യയുടെ ചില മറ്റുള്ള ഗ്രൗണ്ടുകൾ വെച്ചാൽ ട്രഡീഷണലായിട്ടുള്ള ഗ്രൗണ്ടുകളാണ്. ആ ഗ്രൗണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് ഓക്കെയാണ്, നല്ല വെയിലുള്ള സമയത്ത് ഓക്കെയാണ്. എന്ന് വെച്ചാൽ വെള്ളമില്ലല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അവിടെ കെട്ടി നിൽക്കും, താഴില്ല. അതാണ് ഈ ഗ്രൗണ്ടും ആ ഗ്രൗണ്ടും തമ്മിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് സാൻഡ് ബേസ്ഡ് ഗ്രൗണ്ടാണ്, അതായത് മണൽ, മറ്റത് മണ്ണ്, ചെമ്മണ്ണ്, ക്ലേ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഈ വെള്ളം എന്ന് പറയുന്നത് താർന്നു പോകില്ല. മഴയില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അതാണ് ഈ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും വലിയ. അപ്പം അതിൻ്റെ കൂടെ നമ്മളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു 10-40 ലേബേഴ്സ് ഉണ്ട്, പണിക്കാർ. അപ്പോൾ അവർ കട്ടയ്ക്ക് നിന്ന് ഇത് റെഡിയാക്കുക. അതിനുള്ള അതിന് അവർ കുറേ വർഷം കൊണ്ട് ഇത് ചെയ്ത് അവർ ഇപ്പം മഴ വന്നാൽ തന്നെ അവർക്ക് മാനത്ത് മഴയുടെ ഒരു ചെറിയ ലക്ഷണം കണ്ടാൽ തന്നെ അവരപ്പം മഴ ഒരു തുള്ളി പോലും വീഴണ്ട. ക്ലൈമറ്റ് ഇവിടെ ആകാശത്ത് ശകലം മാറുമ്പോൾ തന്നെ അവർക്കറിയാം ഓ മഴയാണെന്ന്. അപ്പോൾ തന്നെ അവർ കവറിൻ്റെ അടുത്ത് എത്തും, കവർ മാറ്റും, കവറിടും, കവർ മാറ്റും, കവറിടും. ഒരു ശകലം പോലും ഇത് കാരണം കൊണ്ടൊരു ഡിലേ വരില്ല. ഇപ്പം ഈ പകൽ ഇപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ ഇപ്പം ആണെങ്കിലും മഴ പെയ്യുമ്പോൾ നമ്മൾ കവറിങ് ചെയ്യുമോ? മഴ പെയ്യുകയാണെങ്കിൽ കവർ ചെയ്തേ പറ്റുള്ളൂ. ക്ലേ വിക്കറ്റ് അല്ലേ, ചെളിയല്ലേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സേഫ് ആക്കുന്നത് പിച്ചാണ്. അത് കഴിഞ്ഞ് ഔട്ട്ഫീൽഡിലൂടെ കവർ ഇടേണ്ടി വരില്ല. നമ്മൾ ആ പാടം മഴ പെയ്യുമ്പോൾ കവർ ഇടുന്നത് ഒന്ന് പിച്ചിൽ, പിന്നെ ഓടി വരുന്ന റണ്ണപ്പിൽ. ഈ 2 ഭാഗം മാത്രമേ നമ്മൾ സേഫ് ആക്കുകയുള്ളൂ. ബാക്കി സേഫ് ആക്കേണ്ട ആവശ്യമില്ല. വെള്ളം വീഴുന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് നമ്മൾ പോലും കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് അത് ലൈവായിട്ട് താന്നു പോകുന്നത്. അത്ര ഒരു വലിയ ഇന്ത്യയിൽ തന്നെ വേൾഡിൽ 7ാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രൗണ്ടാണ് വേൾഡിൽ, ഇന്ത്യയിലല്ല. ഇപ്പോൾ സിഡ്നി, മെൽബൺ, അങ്ങനത്തെ ആ ഗ്രൗണ്ടുകളുടെ കൂടെ 7ാം സ്ഥാനത്ത്, വേൾഡിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ആലോചിച്ചാൽ അപ്പോൾ അതിൻ്റെ ആ പത്രാസ് ആലോചിച്ച് പോകും. അപ്പോൾ എന്തുകൊണ്ട് പിന്നീടും കളികൾ ഇവിടേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചു. വരുന്നതില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഗ്രൗണ്ടുണ്ട്, 10-40-50 ഗ്രൗണ്ടുണ്ട്. ഇതൊരു റൊട്ടേഷനാണ്. ഈ കളി വരുന്നതെന്ന് പറയുന്നത് റൊട്ടേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഹോം കളി മാത്രമേ ഇവിടെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇവയെ കളി വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ആസ്ട്രേലിയയിൽ പോയി കളിക്കേണ്ട കളി ഇവിടെ വയ്ക്കാൻ പറ്റില്ല, അത് അങ്ങ് പോയി കളിച്ചേ പറ്റുള്ളൂ. ഹോം കളി എന്ന് പറയുമ്പോൾ കുറച്ച് റെയറാണ്. റെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഇപ്പം ഒരു സീസണിൽ ഒരു 10 മാച്ച് വല്ലതും വന്നു കഴിഞ്ഞാൽ ഈ 40 പേർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പണ്ട് നമുക്ക് എല്ലാ വർഷവും ഇവിടെ ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നീട് ഇപ്പം ഗ്രൗണ്ടുകൾ ഇപ്പോൾ മോഡിയുടെ ഗ്രൗണ്ട് ഇപ്പോൾ ഓരോരുത്തർ ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. കേരളത്തിൽ മാത്രമേ ഒരു ഗ്രൗണ്ടുള്ളൂ. അപ്പോൾ മറ്റുള്ളിടത്തൊക്കെ 2, 3, 4 ഗ്രൗണ്ടുകളുള്ളപ്പോൾ അവർക്കിങ്ങനെ ഷെയർ ചെയ്ത് പോകും. പിന്നെ ഈ ഗ്രൗണ്ടുകളിൽ തന്നെ വലിയ അണ്ണന്മാരുണ്ട്. വലിയ അണ്ണന്മാരെന്ന് ചിന്നസ്വാമി, മറ്റേ ഈഡൻ ഗാർഡൻ, മൊഹാലി, ധർമ്മശാല എന്നൊക്കെ പറഞ്ഞ് വലിയ അണ്ണന്മാരുണ്ട്. അവർക്ക് പോയിട്ടേ എൻ്റെ വെങ്കടേഷ് സ്റ്റേഡിയം ഇപ്പോൾ കണ്ടിട്ടില്ലേ, അത് കളി നടന്നിരുന്നാലും മറ്റേ ഇവിടെ ഈഡൻ ഗാർഡൻ, അങ്ങനെ ഓരോ ആ ഗ്രൗണ്ടുകളിൽ പോയിട്ടാണ് പിന്നെ ബാക്കി വരുന്ന ചില്ലറയിലൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഉള്ള ഗ്രൗണ്ടുകളിൽ. അപ്പോൾ അതിൻ്റെ കൂടെ പിടിച്ച് നിൽക്കുന്ന ഒരു ഏത് കളി ഇപ്പോൾ വേൾഡ് വാമപ്പ് മാച്ച് വന്നു, BCCI ഏത് കളി ഇട്ടിരുന്നാലും ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തീരുമാനിക്കുന്ന ഗ്രൗണ്ട് ഇതാണ്. IPL-നായിരുന്നാലും ചിന്നസ്വാമിയിൽ എന്നൊരു പ്രശ്നം, വെള്ളം ഇല്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വന്നു, ഓർമ്മയുണ്ടോ? വെള്ളം അവിടെ പരിസ്ഥിതി പ്രശ്നം, വെള്ളം എടുക്കാൻ പറ്റില്ല. പക്ഷെ അവരത് മാനേജ് ചെയ്തു. ആ കളി ഉടനെ BCCI ഇങ്ങോട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. വേൾഡ് വാമപ്പ് മാച്ച് അതും ആ പാടെ ഒരു 2 ഗ്രൗണ്ട് എങ്ങാണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടത്. അതിലൊന്നും ഇതായിരുന്നു. ഏതിനും ഒരു സമയത്ത് കഴിഞ്ഞ ലക്നോ കണ്ടില്ലേ, മഞ്ഞ് കാരണം ഒരു കളി പോയി. അതെനിക്കൊന്ന് ശശി തരൂർ അന്ന് ഇത് ഉന്നയിച്ചത് ലോക്സഭയിലടക്കം ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് നടത്തിക്കൂടാതെ വെച്ചിട്ടുള്ളത് നമ്മൾ വലിയ ഇതായിരുന്നു, റെഡിയായിരുന്നു, ഈസിയായിട്ട് നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അവർ അന്ന് ആ ഗ്രൗണ്ടിൽ ആ കളി കൊടുത്തു. പക്ഷേ മഞ്ഞ് ഇത്രയും പ്രശ്നമാകുമെന്ന് അങ്ങോട്ട് മുഖാമുഖം പോലും കാണാൻ പറ്റില്ല. വെച്ചാൽ ബൗണ്ടറി മറ്റേ ബാറ്റിങ്ങിൻ്റെ ക്രീസിൽ നിൽക്കുന്നവർക്ക് ബൗണ്ടറി നിൽക്കുന്ന ആളെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരും ബോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അതും എത്ര പ്രാവശ്യം അത് ഇൻസ്പെക്ട് ചെയ്തു. നമ്മളെ കേരളത്തിൻ്റെ അനന്തപുരമായിരുന്നു മാച്ച് റെഫർ ചെയ്യാൻ കണ്ടു. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ ഡ്യൂ ഉണ്ട്, ഡ്യൂ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം കൊണ്ട് കാലാവസ്ഥ എല്ലാം കൊണ്ടും നമ്മളെ കേരളത്തിൽ എന്ന് പറയുന്നത് അനുകൂലമാണ്. ഇത്തവണ മഴ നമുക്ക് ചതിക്കില്ല എന്ന് പ്രതീക്ഷിക്കില്ല. ഇത്തവണ മഴ കാണില്ല എന്ന് ചിലപ്പം പറയാൻ പറ്റില്ല, അന്ന് ചിലപ്പോൾ തളിച്ചിട്ടങ്ങ് പോവും. പക്ഷേ എങ്കിലും നമ്മൾ മഴേനെ നമ്മളൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്, നമുക്കൊരു വില്ലനായിട്ടല്ല. കാരണം മഴയാണ് നമുക്ക് ഇത്രയും നമ്മളെ ഫേമസ് ആക്കിയത് മഴയാണ്. നമുക്ക് പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇത്രയും കൊണ്ടാക്കി കൊടുത്ത് എൻ്റെ ഗ്രൗണ്ട് കിടലാണെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ മഴ അന്ന് അത് പെയ്തപ്പോൾ നമ്മൾ അധ്വാനവും മറ്റുള്ള എല്ലാം കൂടെ ഈ ഗ്രൗണ്ടിൻ്റെ കപ്പാസിറ്റിയും എല്ലാം കൂടെ ആയപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മഴ പെയ്താലും കളി നടക്കും.
അവിടെ മഴയായിരുന്നാലും വെയിലായിരുന്നാലും മഞ്ഞായിരുന്നാലും അവിടെ കളി നടക്കും എന്നുള്ള ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അപ്പോൾ അപ്പോഴേ BCCI ഏത് കളി തീരുമാനിച്ചിരുന്നാലും അപ്പോൾ ആദ്യത്തെ ഒരു ലിസ്റ്റിൽ എഴുതുന്നത് മറ്റേ മെയിൻ ഗ്രൗണ്ട് എഴുതി അടുത്ത ലിസ്റ്റിൽ എഴുതുന്നത് സബ്ബായിട്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ കയ്യിലാണ്, സ്വന്തം ഗ്രൗണ്ടല്ല. ഇതെന്ന് പറയുന്നത് IL&F എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. അവർക്ക് 27 അവർ തീരും. അത് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് പോകും. അപ്പോൾ ഇത് KCIക്ക് സ്വന്തം ഒരു സ്റ്റേഡിയം ആയിരുന്നെങ്കിൽ നമ്മൾ ടെസ്റ്റ് മാച്ച് വരെ നമുക്ക് അവർക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. BCCI വലിയ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ KCI ഭാഗ്യമായി എന്ന് വെച്ചാൽ ഇപ്പോൾ എപ്പോഴും വേണം ഏത് കളി വേണം ആരെയും താങ്ങാൻ വേണ്ട. ഇവിടെ ഇതിപ്പം 2-3 പാർട്ടികളുടെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെയൊക്കെ താങ്ങണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സ്വന്തമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ലേഡീസിന്റെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് മെൻസ് ഇന്ത്യ ന്യൂസിലൻഡ്, അതായത് ആദ്യ മാച്ച് നടന്ന പോലെ തന്നെ ഇന്ത്യ ന്യൂസിലൻഡ് ഒരിക്കൽ കൂടി ഇവിടെ ഏറ്റുമുട്ടാൻ വരികയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അതിനുള്ള കളിക്കും കൂടെയുള്ള മുന്നൊരുക്കമാണ് ഇപ്പം ഞാൻ നടത്തുന്നത്. അതായത് ഇനിയിപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരുങ്ങാനുള്ള സമയമില്ല. അത് മാത്രമല്ല, ഈ കളി കഴിഞ്ഞ ഉടനെ ഒരു അണ്ടർ-15 ടൂർണമെൻറ്റ് ഇവിടെ ഉണ്ട് BCCIയുടെ 30 ഓവറിൻ്റെ ഒരു അണ്ടർ-15 ഗേൾസ്. ഇത് കഴിഞ്ഞ ഉടനെ 2-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ അത് നമുക്കൊരു മാച്ച് വരുന്നത് നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ ഇന്ത്യ ന്യൂസിലാൻഡ് മാച്ചിന് വേണ്ടി നമ്മൾ പ്രത്യേക പ്രിപ്പറേഷൻ ഒന്നുമില്ല. ഇപ്പോഴേ നമ്മൾ അതിന് വേണ്ടി ഗ്രാസിൻ്റെ വളർച്ചയും ബാക്കി ഡിസൈൻ കട്ടിങ്ങും അത് ഇപ്പോഴേ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പിച്ച് മാറ്റിയിട്ടിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴേ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വരെയാണ്. അല്ലാതെ ആ സമയമാകുമ്പോൾ സെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പൊന്നുമില്ല. മറ്റൊരുക്കങ്ങൾ എങ്ങനെയാണ്? സീറ്റിൻ്റെയും മറ്റൊരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ലൈറ്റിൻ്റെ ഒക്കെ സീറ്റൊക്കെ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇപ്പം ഇതുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് പച്ച കണ്ടോ, ആ പായലൊക്കെ പിടിച്ചിരുന്നത് കംപ്ലീറ്റ് അതോ കാണുന്നില്ലേ? ആ കാണുന്ന നല്ല ഇപ്പം പുതിയ കണക്കിരിക്കുന്നു. അത് കണക്ക് ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ലൈറ്റ് ഇപ്പോൾ KCI എത്രയോ കോടി മുടക്കി ലൈറ്റ് മൊത്തം മാറ്റി അത് LED ആക്കി. പണ്ട് ഈ മഴ വെള്ളം പെയ്ത് എല്ലാം മോശമായിരുന്നു. അതിനിപ്പോൾ നല്ല എത്രയോ കോടിയാണ് KCI അതിന് മുടക്കി. 80 കോടി എങ്ങാണ്ട് മുടക്കിയാണ് ഇപ്പോഴേ ലൈറ്റ് ചെയ്ത്. ബാക്കിയെല്ലാം KCI. വേറൊരു കാര്യമാണ്, KCI എന്നിപ്പം നമ്മളുടെ സ്വന്തം ഗ്രൗണ്ട് അല്ലെങ്കിലും KCIയുടെ സ്വന്തം സ്ഥലം എന്നുള്ള രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇഷ്ടം പോലെ കാശ് ഇറക്കിയാണ്. എന്നുവെച്ചാൽ നമുക്ക് വേറെ ഒരു സ്ഥലമില്ല, ഒരു ഇൻ്റർനാഷണൽ ഗ്രൗണ്ട് നമുക്ക് കാണിക്കാനായിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ KCI ആത്മാർത്ഥമായിട്ട് KCI മാക്സിമം എല്ലാം ഒരു കുറവും വരുത്താതെ ബാത്റൂമായിരുന്നാലും പ്ലേയേഴ്സിൻ്റെ റൂമായിരുന്നാലും പൗലിനായിരുന്നാലും എല്ലാം കാശിറക്കി പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. T20 ആയാലും വൺ ഡേ ആയാലും ടെസ്റ്റ് ആയാലും അതിനൊക്കെ ഓരോ പ്രത്യേകത ഉണ്ട് ആ പിച്ച് നിർമ്മിക്കുന്നതിൽ. അത് ഓരോന്നിനും എങ്ങനെയൊക്കെയാണ് ആ പിച്ച് നിർമ്മിക്കുന്നത്? ആദ്യം ഞാൻ ടെസ്റ്റിൻ്റെ കാര്യം, ടെസ്റ്റിന് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് മോയ്സ്ചർ, കുറച്ച് ഗ്രാസ്. അപ്പോൾ അത് കുറച്ച് മോയ്സ്ചർ കുറച്ച് കൂടുതലായിരിക്കും. അതായത് മൾട്ടി ഡേ ആണ് സംഭവം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതൊന്ന് റിസൾട്ട് വരുമ്പോൾ ആദ്യം ബൗളർക്ക് കുറച്ച് ഹെൽപ്പ് കിട്ടണം. ഫാസ്റ്റ് ബൗളർക്ക് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ലഞ്ച് വരെ ഒരു ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിൻ്റെ ഒരു 3-4 വിക്കറ്റെങ്കിലും പോകണം. 3-4 വിക്കറ്റെങ്കിലും പോയാലേ ആ മാച്ചിൽ റിസൾട്ട് വരുള്ളൂ. ഇപ്പോൾ ടെസ്റ്റ് മാച്ചിന് ഇപ്പോൾ രണ്ട് ടീം 500 അടിച്ച് ഇപ്പോൾ 1000-1500 റൺ അടിച്ചിട്ട് കാര്യമില്ല. ഫൈറ്റ് വേണമെങ്കിൽ എന്ത് വേണം? ബാറ്റ്സ്മാന് കുറച്ച് പാടായിരിക്കണം കളിക്കാൻ, ബൗളർക്ക് കുറച്ച് ഡോമിനേഷൻ വേണം. എങ്കിലേ അല്ലാതെ ബാറ്റ്സ്മാന്മാർ 200-250 റൺ അടിച്ചിട്ട് അവസാനം സമനിലയിലായി കൈ കൊടുത്ത് പിരിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതില്ല. ഇപ്പോൾ കണ്ടില്ലേ ഇംഗ്ലണ്ടിലെ കിടക്കുന്ന അത് അവരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ച് നല്ല ഫാസ്റ്റ് വിക്കറ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് കളി കണ്ടില്ലേ? അവർ സ്റ്റാർക്കും കുമിൻസൊക്കെ എറിയണ്ടതാവും, തൊടാൻ പറ്റിയില്ല. ആ പിങ്ക് ബോളിനും കൂടെ അപ്പം മറ്റവർ ഹോം ആയതുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്ത് കളിച്ച് അവർ ജയിച്ചു. അപ്പോൾ അങ്ങനത്തെ വിക്കറ്റുകൾ നല്ല ഫാസ്റ്റ് വിക്കറ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നല്ല വെയിലും ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ മാറുന്നത് കൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു സെഷനിൽ 1-2 സെഷൻ മാത്രമേ, ഇപ്പോൾ ആദ്യത്തെ രാവിലത്തെ സെഷനിലും രണ്ടാമത്തെ രാവിലത്തെ സെഷൻ മാത്രമേ കുറച്ച് ബോളൊക്കെ ഫാസ്റ്റ് ബോളർക്ക് കുറച്ച് പിന്നീട് കിട്ടും. എങ്കിലും ആ ആദ്യത്തെ ഒരു എഫക്റ്റ് പാടായിരുന്നു. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ബാറ്റിലോട്ട് ബോൾ വരും. അപ്പോൾ ബാറ്റ്സ്മാനെ കളിക്കാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ ബോൾ മൂവ് ചെയ്യും, സ്കിഡ് ചെയ്യും, അപ്പോൾ എഡ്ജ് അടിക്കും, ബാറ്റ്സ്മാൻ ഔട്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ന്യൂ ബോളിൽ അപ്പോൾ അങ്ങനെയുള്ള വിക്കറ്റുകളാണ്. അതായത് കുറച്ച് ബോളിൻ്റെ കുറച്ച് മോയ്സ്ചർ കൊടുക്കുമ്പോഴേ ബോൾ തെന്നി മാറുള്ളൂ. മോയ്സ്ചറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത്
ഗ്രാസ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുമ്പോൾ ബോൾ കുറച്ച് കളിക്കാനായിട്ട് അണ്ണീവനായിരിക്കും, പാടായിരിക്കും. അപ്പോൾ അത് ടെസ്റ്റ് മാച്ച്. അപ്പോൾ ലാസ്റ്റ് ദിവസം ആകുമ്പോൾ വിക്കറ്റ് അതിൽ പിന്നെ വേറെ പ്രിപ്പയർ ചെയ്യുന്നില്ല. പ്രിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളിങ് അല്ല, ബാക്കി ഈ ഹോളൊക്കെ വരുമല്ലോ, ഈ സ്പൈക്ക് കൊണ്ട് ഹോളും അങ്ങനെയൊക്കെ, അതൊന്നും അടക്കി അങ്ങനെയുള്ളതൊന്നുമില്ല. അത് വെച്ച് അപ്പോൾ അതിൽ തട്ടി 3-ാമത്തെ 4-ാമത്തെ ദിവസം ആകുമ്പോൾ ബോൾ തിരിയും. അപ്പോൾ സ്പിന്നർക്ക് ഹെൽപ്പാവും. അതിൽ കളിക്കാനായിട്ട് കഴിവുള്ളവൻ അതിൽ കളിക്കും, ഇല്ലാത്തവൻ ചട്ടിയിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൽ വരുന്നത്. അതാണ് ദ്രാവിഡ്, പൂജാര, ഇപ്പം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അങ്ങനെയുള്ള ബാച്ചുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം 2020 കളിക്കുന്നവരുള്ള ആ ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ടെസ്റ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. അവിടെ നിന്ന് ആഫ്രിക്കയും ആസ്ട്രേലിയയൊക്കെ വന്ന് ഇന്ത്യനെ ഇവിടെ വന്ന്, അല്ലെങ്കിൽ പണ്ട് ചിന്തിക്കാൻ പറ്റുക, ഒരു എത്ര കിടിലൻ ടീമായിരുന്നാലും ഇവിടെ വന്ന് ഹോം ടീമിനെ തോൽപ്പിക്കാൻ പറ്റുമോ? ദ്രാവിഡും ലക്ഷ്മണനും ഗാംഗുലിയും സച്ചിനും ഒക്കെ ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു ടീമിന് ഇവിടെ വന്ന് റെയറാണ് സംഭവം. ഇവിടെ വന്ന് തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് ഇപ്പം എന്താണ്, ഇവിടെ വന്ന് എല്ലാം അടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അത് ആ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടാണ്. അതാണ് ടെസ്റ്റ് മാച്ചിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റാണ്. സാഹിബ് അറിഞ്ഞിട്ട പേരാണ് ടെസ്റ്റ് എന്ന് വെച്ചാൽ. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ടെസ്റ്റ് എന്താണ് പരീക്ഷണം. അത് ആരെയൊക്കെ പരീക്ഷണം എന്ന് വെച്ചാൽ അത് ബാറ്റ്സ്മാനെ പരീക്ഷണം, ബൗളർക്ക് പരീക്ഷണം, അമ്പയർക്ക് പരീക്ഷണം, പിച്ചുണ്ടാകുന്ന ക്യൂറേറ്ററിന് പരീക്ഷണം, എല്ലാവർക്കും ഒരു ടെസ്റ്റാണത്. എല്ലാവർക്കും ആ ലാസ്റ്റ് തന്നെ റിസൾട്ട് വരുന്നതാണ് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ആ സാഹിബ് അതാണ് ടെസ്റ്റ് എന്ന് സാഹിബിട്ട്. അപ്പോൾ അതാണ് ടെസ്റ്റ് വിക്കറ്റ് എന്ന് പറയുന്നത്. കുറച്ച് കടുപ്പമാണ് കളിക്കാൻ. ബോളർക്കും ബാറ്റ്സ്മാനും ഒരേ കണക്ക് ഹെൽപ്പ് കിട്ടത്തക്ക രീതി. ചിലപ്പോൾ ചില കളികളൊക്കെ മാറാറുണ്ട്, അത് ആ വിക്കറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിസൾട്ട് വരത്തക്ക രീതിയിലുള്ള ബാറ്റ്സ്മാന് മാത്രം. ഇപ്പം കണ്ടില്ലേ, വിരാട് കോഹ്ലി ആര് ബാറ്റ് ചെയ്തിരുന്നാലും ഔട്ടാവണം എന്നുള്ള രീതിയിലുള്ള ഒരു എങ്കിലേ വിലയുള്ളൂ. അങ്ങനത്തെ വിക്കറ്റാണ് ടെസ്റ്റിന് ഇടുന്നത്. ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഉണ്ടെന്ന്. ഇപ്പോൾ ഇതിൽ ടെസ്റ്റിൽ തന്നെ 5 ഡേ ഉണ്ട്, 4 ഡേ ഉണ്ട്, 3 ഡേ ഉണ്ട്, 2 ഡേ ഉണ്ട്. ഇതിലൊക്കെ ഈ ഒരു അതിന് ആ ഒരു ഡേയ്സിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഇതാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഡേ വരും. ഇപ്പോൾ 3 ഫോർമാറ്റ്: ടെസ്റ്റ്, ഡേ, T20. ഡേ എന്ന് പറയുമ്പോൾ കുറച്ച് ബാറ്റ്സ്മാന് ഫേവർ ആയിരിക്കും, പക്ഷേ അത്ര ഒരു ഫേവറിസം വരില്ല. എന്നുവെച്ചാൽ കുറച്ച് ബോൾ അനങ്ങണം. 50 ഓവർ മാച്ചല്ലേ, അതിൽ നല്ല രീതിയിൽ പേഷ്യൻസോടുകൂടി നിന്ന് കളിക്കുന്നവന് നന്നായിട്ട് കളിക്കാം, അടിക്കുന്നവനും കളിക്കും. പക്ഷേ ഒന്ന് ബോൾ വാച്ച് ചെയ്ത് നല്ല രീതിയിൽ കളിക്കണം. ഉണ്ടെന്ന് റണ്ണ് വരണമല്ലോ. ടെസ്റ്റിൽ ആ പ്രശ്നമില്ല. അപ്പോൾ അതിന് ബാറ്റ്സ്മാൻ ഒരു 60-70% ഫേവർ ചെയ്തായിരിക്കും ആ വിക്കറ്റ് ഇടുന്നത്. ഇപ്പോൾ T20 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ചേഞ്ച് ആവും. ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റായിട്ട് T20 മാറും. T20 എന്ന് പറഞ്ഞാൽ നല്ല പാട്ട വിക്കറ്റ്, നല്ല റോൾ ചെയ്ത് ഹാർഡായി, ബൗളർക്ക് ഒരു ഹെൽപ്പും സ്പിന്നർക്ക് ഒരു കാരണവശാലും തിരിയാൻ പാടില്ല. പിന്നെ 20-40 ഓവർ കളിയാണ്. അതിൽ ഒരു ബോൾ പോലും സ്പിന്നർക്ക് തിരിയാൻ പാടില്ല. സ്പിന്നർ എറിഞ്ഞാൽ നേരെ ബാറ്റ്സ്മാൻ്റെ ബാറ്റ് വരണം, എങ്കിലേ ബാറ്റ്സ്മാനെ കളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ പാസ് ബോൾ എറിയുമ്പോഴും നേരെ ബാറ്റിൽ വരണം. നല്ല കറക്റ്റ് ബൗൺസായിട്ട് അവന് അടിക്കാൻ പറ്റണം. ഏറ്റവും സ്പിഡ് ചെയ്യുക അങ്ങനെയുള്ള ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് ഇതാണ് 2020 എന്ന് പറയുന്നത്. 20-40 ഓവർ കളിച്ചാലേ ഓരോ ബോളും വിലപ്പെട്ടതാണ്. 40 ഓവർ കളിച്ചാലേ 40 ഓവർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സിനിമ കാണും പോലെയാണ് അല്ലേ? നല്ല ഒരു സസ്പെൻസ് ആയിട്ടുള്ള നമ്മൾ സിനിമ കാണും പോലെയാണ്. എന്ന് വെച്ചാൽ കഥ അറിഞ്ഞുകൂടാതിരുന്ന് 40-ാമത്തെ ഓവറിൻ്റെ ലാസ്റ്റ് ബോൾ വരെ ചില കളികളിൽ ചിലപ്പോൾ സൂപ്പർ ഓവറും പോവും. 40-ാമത്തെ ഓവറിൻ്റെ ലാസ്റ്റ് ബോൾ വരെ നല്ല ഒരു സിനിമ കാണും പോലെയാണ്. ആര് ജയിക്കും, ആര് തോക്കും, എവിടെ എന്ത് സംഭവിക്കും. അതാണ് ഇതിൻ്റെ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു. ഇത്രയും സമയം മെനക്കെട്ടിരുന്ന ആളുടെ കളി കണ്ട് നമ്മളെ സമയമൊക്കെ പോകണമെങ്കിലും ഇത്രയും ക്രിക്കറ്റിന് ഒരു ഡൗണും വരാത്ത കേസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസാണ്. ഈ T20 സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണാറില്ലേ? ചില സമയത്ത് നല്ല കയറി, കഴിഞ്ഞ കളിയിലൊക്കെ മികച്ച പെർഫോമൻസ് നടത്തിയത്. ആ ഒരു ബാറ്റിംഗ് ശൈലി എങ്ങനെയാണ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി? സഞ്ജു ഒരു 2020 ഡേ പ്ലെയറാണ്. കാരണം വെച്ചാൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബോൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അടിക്കണമെന്ന്. മനസ്സിലായില്ലേ? പുള്ളിക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ബോൾ വരിക അടിക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് പുള്ളി. ബോൾ വരിക അടിക്കുക എന്നുവെച്ചാൽ ബോളിനെ ആക്രമിക്കുക. അപ്പോൾ ദ്രാവിഡൊക്കെ എങ്ങനെയാണ്, ബോൾ വന്നു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്യും, അടിക്കേണ്ട ബോൾ അടിക്കും. പുള്ളിക്ക് അങ്ങനെയല്ല. പുള്ളിക്ക് എന്തെങ്കിലും ഒരു ലൂപ്പ് കിട്ടുകയാണെങ്കിൽ ആ ബോളിനെ ബൗണ്ടറി കിടത്തണമെന്നുള്ള, അതാണ് പുള്ളിക്ക് ചെറിയ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ പുള്ളി എല്ലാ ബോളും കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് പുള്ളിയുടെ. ബോള് സെലക്ട് ചെയ്താണ് കളിക്കുന്നത്, എങ്കിലും പുള്ളിയുടെ മൈൻഡിൽ ആ അറ്റാക്കിങ് മെൻറ്റാലിറ്റി കിടക്കുന്നത് കൊണ്ട് ഏത് ബോൾ കിട്ടിയാലും അങ്ങ് അക്കരെ വയ്ക്കണമെന്നുള്ള ഒരു ആ ഫീൽ ഉള്ളത് കൊണ്ടാണ്
പക്ഷേ പുള്ളി അത് പോസിറ്റീവ് മൈൻഡാണ്. പോസിറ്റീവായിട്ട് അതാണല്ലോ പുള്ളി ആര് വന്നിരുന്നാലും അടിക്കുന്നത്. പുള്ളി ഒരു കേരള പ്ലെയറാണ്, കേരളത്തിൽ നിന്ന് വന്ന ഒരു പ്ലെയറാണ്. പക്ഷേ പുള്ളിക്ക് ഇപ്പം എത്ര കിടിലൻ ഫാസ്റ്റ് ബോളർ വന്നിരുന്നാലും പുള്ളിക്ക് ഒരു പേടിയില്ല അല്ലേ. പുള്ളിക്ക് ആര് വന്നില്ല, ഇപ്പോൾ ലോകത്ത് നമ്പർ 1 അന്ന് മറ്റേ ഓർമ്മയുണ്ട്, ഒരു 1-2 വർഷം മുമ്പ് ജെയ്സൺ ഹോൾഡർ നമ്പർ 1, അപ്പോഴത്തെ വേൾഡിലെ നമ്പർ 1 ഫാസ്റ്റ് ബോളറായിരുന്നു അല്ലേ. അയാൾ വന്ന് ഏതോ ഒരു IPL ഏതോ ടീമിന് ഇറങ്ങി പുള്ളി ബാറ്റ് ചെയ്തപ്പോൾ അയാൾ ഒരു 2-3 6 ഫസ്റ്റ് ബോൾ കൊണ്ട് അടിക്കണുണ്ട്. സാധാരണ ജെയ്സൺ ഹോൾഡ് അയാളുടെ നമ്പർ 1 ആണ് ബാറ്റ് ചെയ്യുന്ന ഒരു സാധാരണ പ്ലെയർ ബാറ്റ് ചെയ്യുമ്പം മുട്ടടിയായിരിക്കും, അയ്യോ നിന്ന് കൊട്ടാൻ നോക്കും. ഇയാൾ അങ്ങനെയല്ല, ജെയ്സൺ ഹോൾഡർ അല്ല അയാൾ നോക്കിയത്, അയാൾ ബോളാണ് നോക്കിയത്. അതാണ് അയാളെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ജെയ്സൺ ഹോൾഡർ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല പുള്ളി മൈൻഡ് ചെയ്ത്. പുള്ളി അയാൾ എറിയുന്ന ആ ബോൾ അയാൾക്ക് അടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഫസ്റ്റ് ബോൾ ഇട്ട് കിട്ടി. അപ്പോൾ ജെയ്സൺ ഹോൾഡർ അവിടെ പേടിച്ചു കാണും. തിരിച്ചായിരിക്കും സംഭവിച്ചത്, അയ്യോ ഇവൻ എങ്ങനെ എറിയും ഞാനെന്നുള്ള. അപ്പോൾ അങ്ങനെ ആ ഒരു ഫീലായിരിക്കും അയാൾക്ക് പറ്റിയത്. അപ്പോൾ കറക്റ്റ് കൊണ്ടിട്ട് കൊടുത്ത് പുള്ളി അടിച്ച് പുള്ളി കളഞ്ഞു. അതാണ്. അപ്പോൾ അത് പുള്ളി കുറച്ചത് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് ബോൾ സെലക്ട് ചെയ്ത് കളിക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ 50-100 അടിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കളിയിൽ സ്ലോ ബോളിലാണ്, അതായത് കഴിഞ്ഞ കളി ഞാൻ നോക്കിയിട്ട് ഞാൻ കളി കണ്ടു, പക്ഷേ പുള്ളിയുടെ കാല് വന്നില്ല. ആ ബോളിനനുസരിച്ച് അവിടെ നിന്ന് ഫാസ്റ്റ് ബോളർ കളിക്കുമ്പോൾ അവിടെ നിന്ന് കളിച്ചു. ആ ബോളിൻ്റെ ലൈനിലോട്ട് കാല് വന്ന് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ച പുള്ളി 100 കൊണ്ടേ ബോൾ എന്നാണ് വിചാരിച്ചത്. എന്നുവെച്ചാൽ ഇനി ഓവറുണ്ട്, പുള്ളി കുറഞ്ഞപ്പോൾ പകുതി ബോളെന്നാണ് പുള്ളി അത്ര റണ്ണെടുത്തത്. ഞാൻ വിചാരിച്ച അടുത്ത ഒരു സെഞ്ചുറി എന്തായാലും പുള്ളിയുടെ നിന്ന് വരും, അതിനുള്ള എല്ലാ ഇതും ഉണ്ടായിരുന്നു. വെച്ചാൽ ഒരു 10-30 നല്ല രീതിയിൽ പോകണമെങ്കിൽ പുള്ളി 100 കൊണ്ടേ മലക്കുള്ളൂ, മനസ്സിലായില്ലേ. അപ്പം പക്ഷെ അത് ഒരു പാറ്റയുടെ അത്ര നല്ല ബോളറൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ സ്പിന്നർ അല്ല, അത്ര നല്ല സ്പിന്നർ അല്ല. അത് പുള്ളിയുടെ മിസ്റ്റേക്ക് കൊണ്ട് ഔട്ടായതാണ്, അത് അയാളുടെ കഴിവുകൊണ്ടല്ല. ആ ബോളൊന്ന് നേരെ നോക്കി അതിൻ്റെ ഒന്നും ആ ബോളിൻ്റെ അടുത്ത് വരാതെ നിന്ന് കളിച്ച് നേരെ ബോൾഡായി. അപ്പോൾ അതൊന്നും ഞാൻ നോക്കി കളിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ള അതിന് ശേഷം പാണ്ഡ്യ വന്ന് അടിച്ചത് അതേ ക്വാളിറ്റിയാണ് സഞ്ജു. പിന്നെ പാണ്ഡ്യ വന്ന് അങ്ങനെ അടിച്ച് സഞ്ജു അതിന് മുമ്പേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ചെയ്ത് അത്രയും ഫോമായി നിൽക്കുന്ന ആൾക്ക് പാണ്ഡ്യക്കാളും കൂടുതൽ അടിക്കാൻ പറ്റും. അപ്പോൾ സഞ്ജുവിന് കളിച്ചു കഴിഞ്ഞാൽ ഇപ്പം T20 എല്ലാം ഉണ്ടല്ലോ, ഏതിലായിരുന്നു 100 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു നല്ലൊരു പ്ലെയറാണ്. അപ്പം എന്തായാലും ഇന്ത്യ ന്യൂസിലാൻഡും ഒപ്പം തന്നെ വുമൺസിൻ്റെ ഇന്ത്യ ശ്രീലങ്ക മാച്ചുകളുമാണ് ഇപ്പോൾ ഇനി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാനുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ട അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്യൂറേറ്റർ ബിജു സി മലയാളം ന്യൂസുമായി പങ്കുവച്ചിരിക്കുന്നത്. രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.